ആദ്യം ഒരു പാനിലോട്ട് 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു 1-2 മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി ഇതിൻ്റെ ഈർപ്പം ഒന്ന് മാറ്റിയെടുക്കണം. നിറം ഒന്നും മാറാൻ പാടില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ഈർപ്പം മാറി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. എപ്പോഴും ചെറിയ തീയിൽ തന്നെ വെക്കണം. ഇപ്പോൾ കണ്ടോ, തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേക്കിൽ ഇത് ചേർക്കുന്നത്. അപ്പോൾ ഈ പാനിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിൽ ഇട്ട് വെക്കണം. അങ്ങനെ പാനിൻ്റെ ചൂടിലിരുന്നിട്ട് തേങ്ങ പിന്നെ മൂത്ത് പോകരുത്. ഇനി ഒരു ബൗളിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. 240 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തത്. ഇനി ഒരു മിക്സി ജാറിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. തണുത്ത മുട്ട ഉപയോഗിക്കരുത്, റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസും 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കയൊക്കെ എപ്പോഴും ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അത് കുറേ നാൾ മുന്നേ പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തത് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ 1ാമത്തെ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡ്, 1/2 മിനിറ്റ് അടിച്ചാൽ മതി. അപ്പോൾ മുട്ട ഇതുപോലെ നല്ലോണം അടിച്ചെടുത്തു. ഇതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. പഞ്ചസാര മിക്സിയിലിട്ട് പൊടിച്ചിട്ട് 1 കപ്പ് അളന്നെടുത്തതാണ്. ഇനി വീണ്ടും ഇത് 1ാമത്തെ സ്പീഡിലിട്ട് 1/2 മിനിറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടി നല്ലോണം അടിച്ചു. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഒക്കെ ആണല്ലോ ചേർക്കുന്നത്. അതിന് പകരം ഇതിനകത്ത് നെയ്യാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ 1/2 മിനിറ്റ് 1ാമത്തെ സ്പീഡിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലോട്ട് ഒഴിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ മിക്സിയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കേക്ക് കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടും. ഇനി ഇതിൽ നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മൈദ ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഇളക്കി എടുക്കാം. ഒരുപാടങ്ങ് മിക്സ് ചെയ്യേണ്ട, പതുക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ എല്ലാ മൈദയും ഇതുപോലെ തന്നെ ചേർക്കാം. അപ്പോൾ മൈദ ഫുള്ള് ചേർത്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് 1/4 കപ്പും 1 ടേബിൾ സ്പൂണും പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം അളവ് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നട്ട്സൊക്കെ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. കുറച്ച് കാഷ്യൂനട്ടോ ബദാമോ ഒക്കെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് പാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താഴെ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കണം. അപ്പോൾ ഞാനിന്ന് സ്റ്റൗവിൽ വെച്ചാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലിട്ട് 25 മുതൽ അരമണിക്കൂർ വരെ തന്നെ എടുക്കും. ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഓവൻ അനുസരിച്ച് ഈ സമയത്തിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ ഞാനൊരു പാൻ നന്നായിട്ട് ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കിയതാണ്. ഇതിനകത്തോട്ട് നമുക്ക് ഈ കേക്ക് ടിൻ വെച്ച് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് ഏകദേശം ഒരു 25 മുതൽ 30 മിനിറ്റ്, അരമണിക്കൂർ തന്നെ എടുക്കും. 25 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഒന്ന് നോക്കണം. ബേക്ക് ആയിട്ടില്ലെങ്കിൽ 5 മിനിറ്റും കൂടി വെച്ചാൽ മതി. എപ്പോഴും ചെറിയ തീയിലിട്ട് ചെയ്യണം. അപ്പോൾ അതേ കേക്ക് റെഡി ആയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് 25 മിനിറ്റ് ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ക്ലീൻ ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കേക്ക് എപ്പോഴും നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാവുള്ളൂ. കേക്ക് തണുത്ത് കഴിയുമ്പോൾ പാനിൽ നിന്ന് മാറ്റി നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് പീസുകളായിട്ട് മുറിച്ചെടുക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് എപ്പോഴും കഴിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചേർത്ത മുട്ടയുടെയൊക്കെ ഒരു സ്മെല്ല്, ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും. മാത്രമല്ല കേക്കിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഫ്ലേവർ നമുക്ക് കിട്ടത്തുമില്ല. നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. കേക്ക് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ,
ഇത് നമ്മൾ നെയ്യ് ചേർത്തുണ്ടാക്കിയ കേക്ക് ആണെങ്കിൽ പോലും നെയ്യുടെ ആ ഒരു ഭയങ്കര ടേസ്റ്റ് ഒന്നുമില്ല, ചെറിയൊരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ആ ഏലക്കയുടെ ഒരു ടേസ്റ്റും തേങ്ങയും എല്ലാം കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ടീ കേക്കാണ്. ഇത് നമ്മൾ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ പ്ലെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ, അല്ലാതെ ക്രീം കേക്ക് ആയിട്ടൊന്നും ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന രീതിയാണല്ലോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസും വീഡിയോസും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.